Hello dears, welcome to my channel. It's me Sahla. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ചിക്കൻ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് ഞാൻ ആദ്യമായി എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നു മുതലുള്ള എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഒരു ബിരിയാണി കഴിക്കണമെന്ന് തോന്നുമ്പോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. ഇതിലേക്ക് അരിഞ്ഞെടുക്കേണ്ടതും അതുപോലെ ചതച്ചെടുക്കേണ്ടതുമായ സാധനങ്ങൾ: ഒരു 25 അല്ലി ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 തക്കാളി, 3 സവാള, കുറച്ച് മല്ലിയില, 2 തണ്ട് പുതിന ഇല, 2 തണ്ട് കറിവേപ്പില. പിന്നെ വേണ്ടത് 400 ഗ്രാം ചിക്കനാണ്. 2 കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ജീരകശാല അരിയായിരിക്കും ഈ ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്നിച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരി, ഒരു തണ്ട് കറിവേപ്പില. ഇത്രയും സാധനങ്ങളൊന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കണം. ആദ്യം ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇവ ചേർത്ത് കൊടുത്ത് അതൊന്ന് ചൂടാവുമ്പോൾ അതിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് മുഴുവൻ നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. സവാള ഒന്ന് ബ്രൗൺ നിറമാകുമ്പോൾ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും വറുത്തെടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഈ എണ്ണ മാറ്റി വെക്കണം. ഇത് നമുക്ക് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. പ്രഷർ കുക്കറിലാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒരു കുക്കർ എടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചതും ചതച്ച് വെച്ചതും എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിക്കാം. 2.5 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഈ ബിരിയാണിയിലേക്ക് മല്ലിപ്പൊടി ചേർക്കണം. മല്ലിപ്പൊടി നിങ്ങൾ ഒഴിവാക്കരുത്, എന്തായാലും ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് ഏലക്കായ, ഗ്രാമ്പൂ, പട്ട ഇവ 3 തുല്യ അളവിലെടുത്ത് പൊടിച്ചെടുത്തതാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബിരിയാണി മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ബിരിയാണി സവാളയും തക്കാളിയും ഒന്നും വഴറ്റാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് അത് തന്നെയാണ്. അതുപോലെ ഈ റെസിപ്പി ഈസി ആവാൻ കാരണവും ഇത് വഴറ്റാതെ ഡയറക്റ്റായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നന്നായിട്ട് കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇത് 10 മിനിറ്റ് മുമ്പ് കുതിർത്ത് വെച്ച അരിയാണ്. ഇത് വെള്ളം വാരാനായിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ റെസിപ്പിയിൽ അരി വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ടൊരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് 5 ഏലക്ക, 4 ഗ്രാമ്പൂ, ഒരു വലിയ കഷ്ണം പട്ട, പാകത്തിന് ഉപ്പും ചേർത്ത് അരിയിട്ട് തിളപ്പിക്കുക. ഇതിലേക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ചോറ് നല്ല ഗ്ലേസിംഗ് ഉണ്ടാവും. ഇത് കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ബിരിയാണി കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ചോറിന് പകുതി വേവായാൽ മതി. ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലെ പകുതി ചോറ് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ മാറ്റി വെച്ച നെയ്യിൻ്റെയും ഓയിലിൻ്റെയും പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് ഗരം മസാല വിതറാം, കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ബാക്കിയുള്ള ചോറ് ചേർത്ത് കൊടുത്ത് ബാക്കിയുള്ള നെയ്യ് കൂടി ഒഴിക്കാം. കുറച്ച് ഗരം മസാലയും മല്ലിയിലയും ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി അതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ടിട്ടുണ്ട്. ഇനി കുക്കർ മൂടി വെച്ച് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ആവി വന്നതിന് ശേഷം വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഒരു വിസിലടിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് ആവിയെല്ലാം പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. കുക്കർ തുറന്ന് ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചോറ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഉള്ളി, അണ്ടിപ്പരിപ്പെല്ലാം ഇടയ്ക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. കുക്കറിൻ്റെ അടിഭാഗമാണിത്. മസാല നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്, അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആണ്. മസാല ഞാൻ ചോറിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്നിച്ച് മിക്സ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിത് കഴിക്കുമ്പോഴാണ് മിക്സ് ചെയ്യാറ്, അല്ലാതെ മിക്സ് ചെയ്യാറില്ല. ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അരി വേവിക്കുമ്പോഴാണ്. പകുതി വേവാകുമ്പോൾ തന്നെ ഊറ്റിയെടുക്കണം, അല്ലെങ്കിൽ കുക്കറിൽ വെന്ത് കഴിയുമ്പോൾ ആകെ കുഴഞ്ഞു പോകും. ഇതിൽ ബസ്മതി അരി ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ചെറിയ അരിയായ ജീരകശാല, കൈമ ഇവയൊക്കെ ഉപയോഗിക്കുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ബിരിയാണി കുക്കറിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇതിലെ റൈസും ചിക്കനും മസാലയും എല്ലാം നല്ലോണം ദമ്മായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. മസാല വഴറ്റാതെ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായി ഉണ്ടാക്കി നോക്കിക്കോളൂ, തീർച്ചയായും ഇഷ്ടപ്പെടും. നമ്മുടെ ലൈഫിനെ ഈസി ആക്കാനുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് പിന്നീട് കാണുന്നത് വരെ ബായ്.